ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രിൽ ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഗ്രിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല, വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ നന്നായി കുറഞ്ഞു കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു 3 പിലോപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെതുമ്പലും മുള്ളൊക്കെ കളഞ്ഞ് ഞാൻ നന്നായി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ നന്നായി വെടുപ്പാക്കി വെച്ച് കഴുകെടുക്കുമ്പോൾ കുറച്ച് ചെറുനാരങ്ങയും ഇത്തിരി ഉപ്പും കൂടിയിട്ടിട്ട് നന്നായി തേച്ച് കഴുകണമെന്ന് വെച്ചാൽ നമുക്ക് ഈ മീനിൻ്റെ ആ പുളിരസവും ആ പുളിച്ചൊരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി നല്ല ഫ്രഷായിട്ട് നമുക്ക് മീൻ കിട്ടും. അപ്പോൾ ഒരു 3 മീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് അതിൻ്റെ ചേർക്കാനുള്ള മസാലയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ചതച്ച് എടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ അരമുറി നാരങ്ങ വേണം. പിന്നെ നമുക്കിത് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ എടുക്കാം, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ സാധാ മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ ഉപ്പ് പോരാന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്കത് കൂട്ടി തരുമ്പോഴുള്ള സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സാധാ മുളക് പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് ഇത് നന്നായി ഒന്ന് തിരുമ്പി വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തിരുമ്പി കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഉപ്പൊന്ന് പാകാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കണം കേട്ടോ. നന്നായി നമ്മളിത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനിലേക്ക് നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മൾ മീൻ നന്നായി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വായയുടെ ഭാഗത്തൊക്കെ നന്നായി മസാല ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ നമ്മുടെ മീനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഏത് മീനായാലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. നമ്മളിതിൽ മസാലയൊക്കെ പറ്റി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിലേക്ക് മസാലയൊക്കെ നന്നായി ഒന്ന് പിടിച്ച് നമുക്കത് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ പറ്റി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമ്മുടെ മീനിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്രില്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിത് ഓണാക്കിയിട്ട് മൈക്രോ ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു 45 മിനിറ്റിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് അതൊന്ന് പ്രീ ഹീറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഫിഷ് വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ഇതിൽ വരെ അധികം ഉള്ള മസാലകളൊക്കെ നിരത്തി വീഴുമ്പോൾ നമുക്ക് ഈ പേപ്പർ മാറ്റി ചെയ്യാം. നമ്മുടെ ഇത് അവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ഇത് ഫിഷ് അതിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി തുറന്നിട്ട് ഇത് ഇനി മറച്ച് വെക്കണം കേട്ടോ. അങ്ങനെ 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കുക്കായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഗിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൽ വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്കത് കിട്ടും. പിന്നെ നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നല്ല വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.